ആഹാരവും വെള്ളവും എനിക്ക് അവിടെ നിന്ന് തന്നിട്ടില്ല. വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി കുടിക്കാനാണ് ഈ പ്രസിഡന്റ് പറഞ്ഞ സാർ എന്നോട് പറഞ്ഞത്. ഞാൻ ബാത്റൂമിൽ പോയി, എങ്കിലും ഞാൻ വെള്ളം കുടിച്ചില്ല. നമസ്കാരം. ഇന്നലെ നമ്മുടെ ന്യൂസ് ചാനലുകളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വാർത്തയാണിത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. ഈ വാർത്ത കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വിഷമവും ദേഷ്യവും ഒക്കെ വന്നു. ഈ ചേച്ചിയുടെ പേര് ബിന്ദു എന്നാണ്. ഒരു പാവപ്പെട്ട വീട്ടിലെ സ്ത്രീ, സമൂഹത്തിലെ താഴെ തട്ടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ, വീട്ടുജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഒരു സ്ത്രീ. ഇവർക്കെല്ലാം കുറവുകൾ മാത്രമാണ്. സമൂഹത്തിന്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഇവർക്കെല്ലാം കുറവാണ്. അവർക്ക് നിറം കുറവാണ്, സൗന്ദര്യം കുറവാണ്, പണം കുറവാണ്, പ്രശസ്തിയോ അധികാരമോ ഒന്നുമില്ല. തൊലിയുടെ നിറം കറുത്തതാണല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ അപമാനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സ്ത്രീ, അതും പോലീസുകാരിൽ നിന്ന്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പോലീസുകാരിൽ നിന്ന്. അപ്പൊ ഈ ബിന്ദു ഒരു വീട്ടുജോലിക്കാരിയാണ്. പല വീടുകളിൽ ജോലി ചെയ്തിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പൊ ഈ ചേച്ചി ആദ്യം നിന്ന ഒരു വീട്ടിലെ ഓണർ ഈ ചേച്ചിക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണ്. 2.5 പവന്റെ ഒരു മാല മോഷ്ടിച്ചു എന്നതിന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കുകയാണ്. കള്ളക്കേസാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കേസ് കിട്ടിയപ്പോൾ തന്നെ പോലീസുകാര് ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. വേറെ ഒരു കാര്യവും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അപ്പൊ തന്നെ വേറെ ഒരു അന്വേഷണവും ഇല്ലാതെ ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. 20 മണിക്കൂറോളമാണ് ആ സ്റ്റേഷനിൽ എത്തി ചോദ്യം ചെയ്തത്. വെറുതെ അങ്ങ് ചോദ്യം ചെയ്യുമല്ല. ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, വെള്ളം കൊടുക്കുന്നില്ല, ഇവരുടെ വീട്ടുകാരെ ഒന്നും അറിയിക്കുന്ന പോലും ഇല്ല. രാവിലെ ജോലിക്ക് ഇറങ്ങിയതാണ് ബിന്ദു. പക്ഷേ ബിന്ദു എവിടെ പോയെന്ന് വീട്ടുകാർക്ക് അറിയില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന കാര്യം വീട്ടുകാർ അറിയുന്നില്ല. ബിന്ദുവിന് 2 പെൺമക്കളാണ്. ബിന്ദുവിന്റെ ഭർത്താവിനെ അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ വീട്ടുകാരെ അറിയിക്കാതെ, ആരെയും അറിയിക്കാതെ ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ഇരുത്തി ചോദ്യം ചെയ്യുകയാണ്. ഇവര് കാല് പിടിച്ചു പറഞ്ഞു എടുത്തിട്ടില്ല എന്ന്. ആര് കേൾക്കാൻ? ഇവരുടെ ഒന്നും വാക്ക് കേൾക്കത്തില്ലല്ലോ. കാരണം ഒന്നുമില്ല. ഇവർക്ക് ബാക്കപ്പ് ഇല്ല, സപ്പോർട്ടില്ല, അധികാരമില്ല, പണമില്ല, ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ദളിത് യുവതിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ എത്ര വേണമെങ്കിലും അപമാനിക്കാം എന്നുള്ളൊരു ചിന്താഗതി വെച്ച് പുലർത്തിയാണ് പോലീസുകാര് ഇവരെ 20 മണിക്കൂറോളം അപമാനിച്ചത്. അപ്പൊ ഏതായാലും ഈ ചേച്ചി സംസാരിക്കുന്ന വീഡിയോ ഉണ്ട്, അത് നമുക്ക് കേട്ടു നോക്കാം. ജോലിക്ക് പോയിട്ട് അവിടെ നിൽക്കായിരുന്നു, ബസ് കാത്ത് നിൽക്കായിരുന്നു. അപ്പോഴാണ് എനിക്ക് പേരുകൂടെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോൾ വന്നത്. പേരുകൂടെ പോലീസ് സ്റ്റേഷനിൽ കോൾ വന്നു. അപ്പോൾ ഞാൻ ആദ്യം എടുത്തില്ല, രണ്ടാമത് വിളിച്ച് ഞാൻ എടുത്തു. എവിടെ നിന്ന് ചോദിച്ചു, പേരുകൂടെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന് പറഞ്ഞു. ബിന്ദു ഇത്രയും പെട്ടെന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ബിന്ദുവിടെ വീട്ടു ജോലിക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ഓമന ഡാനിയൽ. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, പെട്ടെന്ന് ഓട്ടോ വിളിച്ച് ഇവിടെ വരെ ഒന്ന് വരണം. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ പറഞ്ഞു, ഓട്ടോ വിളിച്ച് വരാൻ ഈ പോലീസുകാരൻ എന്നോട് പറഞ്ഞു. ഞാൻ ഓട്ടോ വിളിച്ച് പ്രകാരം അവിടെ ഓടിപ്പോയി. ഇതിന് മുമ്പ് ഞാൻ ഈ ഓമനാൻ്റെ മകളെ വിളിച്ചു, നിഷ. എന്താണ് ചേച്ചി പ്രശ്നം ചോദിച്ചു. പറഞ്ഞു, ബിന്ദു ഒരു 3 ദിവസത്തെ പൈസയുമായി എൻ്റെ മമ്മി പേരുകൂടെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേച്ചി അതെന്തിനും? ഞാൻ ചേച്ചിയുടെ വീട്ടിലല്ലേ ജോലിക്ക് വന്നില്ല, അതെനിക്ക് അറിയത്തില്ല. ബിന്ദു ഓടിച്ചില്ലെന്നാണ് ഈ നിഷ എന്നോട് പറഞ്ഞത്. അത് പ്രകാരം ഞാൻ ഓടി അവിടെ ചെന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ആ ഓമനാണ്ടാനിലെ മകളും SIയുടെ അടുത്തിരിക്കുക. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചു. ഞാൻ അതിനകത്ത് കയറി ചെന്നു. SIയോട് ചോദിച്ചു, എന്താണ് സാറെന്ന് ചോദിച്ചപ്പോൾ ഇവരെ മാല കണ്ടില്ല. എന്നിട്ട് ഞാൻ ഈ മേഡത്തിനോട് ചോദിച്ചു, മേഡം എന്താണ്? അത് എൻ്റെ മാല കണ്ടില്ല, ബിന്ദുവാണ് അവിടെ ജോലിക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മേഡം ഞാൻ എടുത്തിട്ടില്ല, ഞാൻ മാല എടുത്തില്ല. SIയോടും ഈ മേഡത്തിനോട് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവർ വേറൊരു വനിതയെ വിളിച്ചു. എന്നെ റൂമിൽ കൊണ്ട് എൻ്റെ ടോപ്പും എല്ലാം മാറ്റി എന്നെ പരിശോധിച്ചിട്ട് വീണ്ടും വെളിയിൽ കൊണ്ടുവന്നു. എന്നിട്ട് വേറൊരു വനിതയുമായി റൂമിൽ കൊണ്ടുപോയി എന്നെ പരിശോധിച്ചു. എന്നിട്ട് വീണ്ടും എന്നെ വെളിയിൽ കൊണ്ടുവന്നിട്ട് CA അവിടുത്തെ കൊണ്ടുപോയി എല്ലാവരും എന്നെ ചോദ്യം ചെയ്തു. ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ചു. ഞാൻ മാല എടുത്തിട്ടില്ല എന്ന് 1000 പ്രാവശ്യം പറഞ്ഞിട്ടും അവരത് ചെയ്യിക്കൊള്ളാൻ തയ്യാറായില്ല. ഒരു കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ മാല എടുത്തിട്ടില്ല. ശരിക്കും ഇവർ പറയുന്നത് മൊത്തം കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. അധികം ലോകം കാണാത്ത, വലിയ അറിവോ പഠിപ്പോ ഒന്നും ഇല്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീ. അവർക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പോലീസുകാരോട് സംസാരിക്കാൻ അറിയത്തില്ല, മാധ്യമങ്ങളോട് സംസാരിക്കാൻ അറിയത്തില്ല. ഈവൻ അവരുടെ ആ ഒരു പർട്ടിക്കുലർ സ്ഥലം വിട്ടിട്ട് അവർ പുറത്തോട്ട് പോലും പോയിട്ടില്ല. അങ്ങനെ ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി ഒരു പരാതി കിട്ടുമ്പോഴേക്കും വ്യക്തമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക, ചോദ്യം ചെയ്യും, വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ട് അവരുടെ കയ്യിൽ തൊണ്ടിമുതൽ ഇല്ല എന്ന് കണ്ടെത്തി കഴിയുമ്പോൾ അവരെ വിട്ടയക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. തെളിവുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തർത്ഥത്തിലാണ് അവരെ 20 മണിക്കൂർ ആ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയത്? അവരോട് ഒരു മനുഷ്യനോട് കാണിക്കുന്ന പരിഗണന പോലും കാണിച്ചില്ല. പോലീസുകാർ അവരെ ചീത്ത വിളിച്ചു എന്ന് പറയുന്നു. അവരുടെ 2 പെൺമക്കളെയും കൂടി കേസിൽ പെടുത്തുവെന്ന് പോലീസുകാർ ഭീഷണിപ്പെടുത്തി. അവർക്ക് വെള്ളം പോലും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ, ഭക്ഷണം പോലും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പോലും വിഷമം വന്നു പോകും. എന്നിട്ടൊരു 8 കൂടി ഈ ഓമന ഡാലിയലിൻ്റെ പ്രകാരം എന്നെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഇതിനു മുമ്പ്
എൻ്റെ ചേട്ടനും എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, ഞാൻ എവിടെയാണെന്ന് അറിയാതെ. എപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഒരു കോള് എൻ്റെ ചേട്ടന് ചെയ്യാൻ പറഞ്ഞു, ഞാനിവിടെയാണ് എന്ന്. എന്നിട്ട് അവർ വിളിച്ച് പറഞ്ഞില്ല. അതും ഈ ഓമനാടാലിന് പ്രകാരമാണ് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ പരിശോധിച്ചിട്ടൊന്നും മാല കിട്ടിയില്ല. അതുപ്രകാരം എന്നെ തിരിച്ച് കൊണ്ടുപോയി. എൻ്റെ ചേട്ടനെയും തിരിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ സമയത്താണ് എൻ്റെ ചേട്ടനും, ഞാൻ കാറിൽ പോയി, എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചിയുടെ മക്കൾ ഓട്ടോയിലും വന്നു. കാറിൽ കയറിയ സമയത്താണ് എന്നെ ഒരു പോലീസുകാർ ഭയങ്കരമായിട്ട് എന്നെ ചീത്ത വിളിച്ചു. ഇവിടെ നിന്ന് അറ്റം വരെ എന്നെ ചീത്ത വിളിച്ചു. ഞാൻ കേട്ടിട്ട് കൂടിയില്ല അങ്ങനത്തെ ഭാഷയാണ്. അങ്ങനെ എന്നെ ചീത്ത വിളിച്ചു. എന്നിട്ട് അവിടെ ചെന്നറി 9:30 കൂടി ഞാൻ അവിടെ സ്റ്റേഷനിലെത്തി. അപ്പോഴെന്നെ എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചിയുടെ മക്കളും അവിടെ വന്നു. പക്ഷെ അവർ കാണാനോ സംസാരിക്കാനോ ഈ പോലീസുകാർ അനുവദിച്ചില്ല. ആഹാരവും വെള്ളവും എനിക്ക് അവിടെ നിന്ന് തന്നിട്ടില്ല. വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി കുടിക്കാനാണ് ഈ പ്രസിഡന്റ് പറഞ്ഞ സാർ എന്നോട് പറഞ്ഞത്. ഇവനൊക്കെ ആരാണ് പോലീസിൽ എടുത്തത്? ഇവനൊന്നും പോലീസുകാരന്മാരൊന്നുമല്ല. പണമുള്ളവൻ്റെ മുമ്പിലും സൗന്ദര്യമുള്ളവൻ്റെ മുമ്പിലും ഓച്ചാനിച്ച് നിൽക്കും. അധികാരമുള്ള പൊളിറ്റീഷ്യന്മാരുടെ മുമ്പിലും നേതാക്കന്മാരുടെ മുമ്പിലും ഒക്കെ ഇങ്ങനെ ഒരുമാതിരി വിലയും നിലയും ഇല്ലാതെ ഓച്ചാനിച്ച് നിൽക്കും. എന്നിട്ട് ഇതുപോലെയുള്ള പാവപ്പെട്ടവർ, തൊലി കറുത്തതാണോ ജാതി നോക്കി പാവപ്പെട്ടവരുടെയൊക്കെ മുമ്പിൽ ഇവന്മാരെ വലിയ ശൗര്യം കാണിക്കും. എടാ, പാവപ്പെട്ടവരോടൊന്നും അല്ല നിന്റെയൊക്കെ ഈ ശൗര്യം കാണിക്കേണ്ടത്. കാണിക്കേണ്ടടുത്ത് കാണിക്കണം. പ്രതികളുടെ മുമ്പിൽ കാണിക്കണം. അയാൾ പ്രതിയാണോ എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇമാതിരി പരിപാടി ഒരു മനുഷ്യനോടും കാണിക്കാൻ നിനക്കൊന്നും അധികാരമില്ല. ഒരു ജോലി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു തൊപ്പി തലയിലോട്ട് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇമാതിരി തോന്നിവാസം കാണിക്കാനുള്ള അധികാരമൊന്നുമല്ല, ലൈസൻസ് ഒന്നുമല്ല. അവർക്ക് വെള്ളം പോലും കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല. എന്നിട്ട് കുറേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഭർത്താവും മക്കളും ഒക്കെ ഇവിടാണ്, പോലീസ് സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞത്. ഭർത്താവിനെ ഒന്ന് വിളിച്ചു പറയാനുള്ള മര്യാദ പോലും കാണിച്ചില്ല. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾക്കെതിരെ എന്തെങ്കിലും ഒരു പരാതി കിട്ടി എന്നുണ്ടെങ്കിൽ അയാളെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ നോക്കി മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ പണമുള്ളവൻ്റെ അടുത്ത് മാത്രമേ ഇവരൊക്കെ പ്രൊസീജിയർ നോക്കത്തുള്ളൂ. പണമില്ലാത്ത, അധികാരമില്ലാത്ത പാവപ്പെട്ടവൻ്റെ അടുത്ത് ഇവന്മാർ പ്രൊസീജിയർ നോക്കത്തില്ല, ഒന്നും നോക്കത്തില്ല. വേടന്റെ കാര്യം നമ്മൾ കണ്ടതാണ്. വേടന് ഫാൻസ് ഉണ്ടായിരുന്നു. വേടനെ കുറിച്ച് സംഭവം ഉണ്ടായപ്പോൾ മാധ്യമശ്രദ്ധ വന്നപ്പോൾ വേടൻ രക്ഷപ്പെട്ടു. വേടന് പ്രിവിലേജ് ഒക്കെ കിട്ടി. പക്ഷെ ഇവർക്ക് പ്രിവിലേജ് കിട്ടത്തില്ല. കാരണം ഇവർക്ക് ഫാൻസ് ഇല്ല, ഇവർക്ക് പണമില്ല, അധികാരമില്ല, ഇവരെ ആർക്കും അറിയത്തില്ല. അവരുടെ തൊലിയുടെ നിറം കറുത്തതാണെന്ന് വെച്ചുകൊണ്ട് നിന്റെയൊക്കെ കക്കൂസിന്ന് വെള്ളം കുടിക്കാനേ നിന്റെയൊക്കെ എനിക്ക് സത്യത്തിൽ ദേഷ്യം വരുന്നുണ്ട്. ഇവന്റെ വീട്ടിലിരിക്കുന്ന അമ്മയ്ക്കും അച്ഛനും ഒക്കെ ബാത്റൂമിൽ നിന്നായിരിക്കും വെള്ളം എടുത്തു കൊടുക്കുന്നത്. ആ ഓർമ്മയിലായിരിക്കും ആ പാവപ്പെട്ട സ്ത്രീയോട് ബാത്റൂമിൽ പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞത്. ഇവനൊക്കെ ഇവന്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ കാണിക്കുന്ന ആ രീതിയിലാണ് സമൂഹത്തുള്ള പാവപ്പെട്ടവരോടും കാണിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് അവരുടെ വീടിന്റെ ആ ഒരു സ്ഥലം, ആ ഒരു ജില്ല വിട്ടുപോലും പുറത്തു പോകാത്ത ബിന്ദു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുത്തു. കാരണം അവർക്ക് നേരിട്ടത് വലിയ അപമാനമാണ്. ചെയ്യാത്ത തെറ്റിന് 20 മണിക്കൂർ പിടിച്ചിരുത്തി ചോദ്യം ചെയ്തു, വിവസ്ത്രയാക്കി, അവരുടെ ശരീരമൊക്കെ നോക്കി. എന്നിട്ട് മക്കളെ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭീഷണിപ്പെടുത്തി. വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. എന്നിട്ട് കള്ളക്കേസാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ആ കേസ് പിൻവലിക്കാൻ തയ്യാറായില്ല. അപ്പൊ ഇത്രയൊക്കെ നേരിട്ടൊരു സ്ത്രീ കഷ്ടപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി പരാതി നൽകാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് പരാതി കൊടുത്തപ്പോൾ അവർക്ക് അവിടെ നിന്ന് കിട്ടിയ മറുപടി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. മുഖ്യമന്ത്രി ഓഫീസിൽ ചെന്നപ്പോൾ ഞാൻ വക്കീലും കൂടി പോയത്. അവിടെ ചെന്ന് ഞങ്ങൾ പരാതി സാറിൻ്റെ കൈ കൊടുത്തു. സാറിങ്ങനെ വായിച്ചൊന്നുമില്ല, എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് പറഞ്ഞു, ഇതിപ്പോൾ മാല കണ്ടില്ല, വീട്ടുകാർ പരാതി കൊടുക്കും, അപ്പോൾ പോലീസ് പിടിക്കും, ഇതൊക്കെ കോടതിയിലാണ് പറയേണ്ട എന്നാണ് ആ സാർ മറുപടി പറഞ്ഞത്. ബിന്ദു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുത്തപ്പോൾ പറഞ്ഞു, പരാതി ഇങ്ങനെ മാല മോഷ്ടിച്ചതിന് പരാതി വന്നാൽ പോലീസ് പിടിക്കും, അതിന് ഇവിടെ വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കോടതിയിലാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞത്. അപ്പോൾ നമ്മളിനി വെളിയിലിറങ്ങി, ഞാൻ വക്കീലും കൂടി ഇനി പുറത്ത് വന്നു. ആദ്യമായിട്ടായിരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സെക്രട്ടറിയേറ്റിലും ഒക്കെ ബിന്ദു പോകുന്നതല്ലേ? അതെ സാർ, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ടൊക്കെ കാണുന്നത്, ആദ്യമായിട്ടാണ്. കേട്ടില്ലേ? എല്ലാ കാര്യവും ഡയറക്റ്റായിട്ട് പോയി കോടതിയിൽ പറയാനാണെന്നുണ്ടെങ്കിൽ ഇവന്മാരെ ഒന്നും ഈ ജോലിയിൽ ഇരുത്തിയിട്ട് കാര്യമില്ലല്ലോ. എന്തിനാ ഇവന്മാരൊക്കെ ഈ ജോലിയിൽ ഇരിക്കുന്നത്? എല്ലാ കാര്യവും ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് കോടതിയിൽ പോയി അങ്ങ് സമീപിക്കാം. പിന്നെ ഇവിടെ മന്ത്രിമാരുടെയോ MLA-മാരുടെയോ ഉദ്യോഗസ്ഥന്മാരുടെയോ ഒന്നും ആവശ്യമില്ല. പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർക്ക് പരാതി കൊടുക്കാനാണ്. അവരുടെ പരാതി അറ്റ്ലീസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാനെങ്കിലുള്ള മര്യാദ കാണിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അവരെ ഇറങ്ങിപ്പോയിട്ട് നിങ്ങളെടുത്ത് കള്ളപ്പരാതി അതെങ്കിലും ചെയ്യും.
അതേസമയം നിന്റെയൊക്കെ മുമ്പേ വന്ന് പരാതി നൽകുന്നത് ഏതെങ്കിലും വലിയ കൂടിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നീയൊക്കെ പരാതി സ്വീകരിക്കുമല്ലോ, പരാതി വായിച്ചു നോക്കുമല്ലോ, ഉടനെ ആക്ഷൻ എടുക്കാമെന്ന് പറയുമല്ലോ. ഒരു പാവപ്പെട്ട സ്ത്രീക്കെതിരെ കള്ളക്കേസാണ് കൊടുത്തത്. അവരൊരു വീട്ടുജോലിക്കാരിയാണ് എന്ന് വെച്ച്, അവരുടെ തൊലിയുടെ നിറം കറുപ്പാണ് എന്ന് വെച്ച്, അവരുടെ ജാതി താഴ്ന്നതാണ് എന്ന് വെച്ചിട്ട് അവരെ എന്തും ചെയ്യാമെന്നുള്ള ഒരിതുണ്ടോ? അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നമ്മുടെ സമൂഹത്തില്? വളരെ കഷ്ടമാണ്. ഇപ്പോഴും ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ പുച്ഛവും വെറുപ്പും ഒക്കെ തോന്നിപ്പോകുന്നുണ്ട്. ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെ അന്ന് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണെങ്കിലും, എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നുണ്ടെങ്കിലും ഒരുത്തനെ സർവീസിലിരുത്തരുത്. അവന്മാരാരും ഇനി പോലീസായിട്ട് തുടരാനുള്ള ഒരു റൈറ്റും ഇല്ല അവന്മാർക്ക്. ഒരു രീതിയിലുള്ള ഒരു വാല്യൂ അവന്മാർക്കില്ല. അവന്മാരുടെ എല്ലാ വാല്യൂ നഷ്ടപ്പെട്ടു. അന്ന് ഇവരെ വിളിച്ചു വരുത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അവരെ അവിടെ പിടിച്ചിരുത്തിയ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ആരൊക്കെ ഉണ്ടോ, എത്ര കൂടിയ റാങ്കാണോ അവന്മാർക്ക്, അവന്മാരാരും ഇനി ആ ജോലിയിൽ ഇരിക്കാൻ ഒരു അർഹതയും ഇല്ലാത്തവരാണ്. അവരെ ആ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടണം. സസ്പെൻഷൻ ഒന്നും പോരാ, സസ്പെൻഷനോ അല്ലെന്നുണ്ടെങ്കിൽ സ്ഥലം മാറ്റമോ ഒന്നും പോരാ. അവന്മാരെ ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടണം. ഇങ്ങനെയുള്ള പോലീസുകാർ എന്തിനാണ് നമുക്ക്? ഒരു പോലീസായിട്ട് ജോലി ചെയ്യുമ്പോൾ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അങ്ങനെ ഒരു വേർതിരിവുമില്ലാതെ എല്ലാവരോടും ഒരേ രീതിയിൽ ബിഹേവ് ചെയ്യണം, എല്ലാവരെയും ഒരേ രീതിയിൽ ബഹുമാനിക്കണം. ഇത് പണക്കാരോട് ഒരു നീതി, പാവപ്പെട്ടവനോട് വേറൊരു രീതിയിൽ. പണക്കാരന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും ഓച്ചാനിച്ച്, അയ്യോ അടിയെന്ന് പറഞ്ഞുകൊണ്ട്. പാവപ്പെട്ടവനാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവന്മാരുടെ തല പൊങ്ങത്തുള്ളൂ. പാവപ്പെട്ടവനാണെന്നുണ്ടെങ്കിൽ അവന്മാരോട് എന്തും കാണിക്കാം, എത്ര റൂഡായിട്ട് വേണേലും ബിഹേവ് ചെയ്യാം, ഒരു കുഴപ്പമില്ലല്ലോ. പാവപ്പെട്ടവനല്ലേ, അവൻ പോയി പരാതി കൊടുക്കത്തില്ല. ഈ ബിന്ദു ഇത്രയൊക്കെ വിഷയം ഉണ്ടാക്കുമെന്ന് ഇവർ വിചാരിച്ചില്ല. ഇതിപ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ ഏറ്റെടുത്തു, എല്ലാവരും ഏറ്റെടുത്തപ്പോൾ ഇപ്പൊ പരാതി സ്വീകരിക്കാനും ആളായി, ഇപ്പൊ അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനും ആളായി. പക്ഷെ വേടന്റെ കാര്യത്തിൽ ഉണ്ടായതുപോലെ നീതി ബിന്ദുവിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴും ഈ സമൂഹം പണം, പ്രശസ്തി, സൗന്ദര്യം അതിൻ്റെയൊക്കെ പുറകിലാണ്. അതൊന്നും ഇല്ലാത്തവന് ഇവിടെ ഒരു വിലയുമില്ല. അവരെ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കുന്നില്ല. അതാണൊരു കഷ്ടം എന്ന് പറയുന്നത്. എല്ലാം നമുക്ക് സഹിക്കാം, ബാക്കി എല്ലാം സഹിക്കാം. മാനുഷിക പരിഗണന വെച്ചിട്ട് ഒരു സഹജീവിയോട് പെരുമാറുക, നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാരോട് പെരുമാറുക. അവരുടെ പണം നോക്കിയോ, അല്ലെങ്കിൽ അവര് ആരുടെയും മുമ്പിൽ പോയി കൈ നീട്ടുന്നില്ല, ആരെയും പോയി പിടിച്ചു പറിക്കാൻ പോകുന്നില്ല. അവര് മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അല്ലാത്ത ആൾക്കാരുടെ കാര്യം ഓക്കെ. ഇപ്പൊ വേടന്റെ കേസിൽ ഞാൻ പറയാം, വേടനെ വലിയ പുണ്യാളനായിട്ടൊക്കെ കാണിച്ചു. പക്ഷെ വേടൻ തെറ്റ് ചെയ്തു. ആ തെറ്റിനെ നമുക്ക് ഒരിക്കലും മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷെ ഇവിടെ ആ സ്ത്രീ തെറ്റ് ചെയ്തിട്ടില്ല. അവരുടെ 2 പെൺമക്കളെ നോക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുവാണ്, അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട്, അവർക്ക് ആഹാരത്തിന് വേണ്ടിയിട്ട്. വീട്ടുജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വൃത്തികെട്ട ജോലിയാണെന്നാണോ വിചാരിച്ചു വെച്ചേക്കുന്നത്? ഒരുപാട് സ്ത്രീകൾ ചെയ്യുന്ന ജോലി തന്നെയാണ്. പിന്നെ ചില കൊച്ചുമ്മമാർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, അവർക്ക് സഹായം വേണ്ടതുകൊണ്ടും വീട്ടുജോലിക്കാരിയെ വെക്കുന്നു. അതത്ര വൃത്തികെട്ട പണിയൊന്നുമല്ല, അത് മാന്യമായിട്ടുള്ള ജോലി തന്നെയാണ്. അവർ മാന്യമായിട്ട് ജോലി ചെയ്ത് കുടുംബത്തെ നോക്കുന്ന ഒരു സ്ത്രീയാണ്. അവരോട് ഈ രീതിയിൽ പെരുമാറിയ ഒരുത്തനും അധികാരത്തിലിരിക്കാനോ ആ ഒരു പൊസിഷനിലിരിക്കാനോ ഒരു അവകാശവും ഇല്ല, അർഹതയില്ല. അവരുടെ അർഹതയെല്ലാം നഷ്ടപ്പെട്ടു.